പ്രതിഭകളെ പൈസ കൊടുത്ത് വാങ്ങി ബെഞ്ചിലിരുത്തി നശിപ്പിക്കുന്ന ടാലന്റ് വേസ്റ്റേജ് ഫാക്ടറി എന്നൊക്കെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ ഞാനും കുറെ കാലം കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നമ്മൾ ഒരു കാര്യമില്ലാതെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനെ നോക്കി താഴെയുള്ള ചാവാലിപ്പട്ടികൾ കുരയ്ക്കുന്നതിന് സമമാണ്. കാരണം അവരുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി എന്തും ചെയ്യാമെന്ന് തെളിയിച്ചിട്ടുണ്ട്. യൂറോപ്യൻ ഫുട്ബോളിൽ റിയൽ മാഡ്രിഡ് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച്, തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാതെ താരങ്ങളെ കൃത്യമായ സ്പോർട്ടിംഗ് പ്രൊജക്റ്റും പൈസയും കാണിച്ച് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ അവർ വിജയിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് കണ്ട് അസൂയപ്പെട്ട് കുരുപൊട്ടി തെറി വിളിക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ അവരുടെ സ്കില്ലിനെയും എബിലിറ്റിയും ഒന്നും മറികടക്കാൻ പറ്റാതെ വരുമ്പോഴുള്ള കരച്ചിലായിട്ടേ നമുക്ക് ഈ തെറിവിളിയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മറ്റൊരു മലയാളി താരത്തിന്റെ സൈനിങ് കൂടി അവസാന സ്റ്റേജിൽ എത്തിച്ചിരിക്കുകയാണ്. മുത്തൂറ്റ് ഫുട്ബോൾ ഫെഡറേഷന്റെ മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയുടെ താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എത്രമാത്രം മികവോടെയാണ് കാര്യങ്ങളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി മലയാളി താരങ്ങളെ ഇതിനോടകം തന്നെ അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ അവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കേണ്ടത്. മുത്തൂറ്റ് എഫയുടെ ഡിഫൻഡർ ആയിട്ടുള്ള മലയാളി കാലിക്കറ്റ് സ്വദേശിയായിട്ടുള്ള ഡിഫൻഡർ ആയിട്ടുള്ള ഉമർ മൊഹത്താറിനെയും തങ്ങളുടെ കൂടാരത്തിൽ എത്തിക്കുവാനുള്ള നീക്കങ്ങളിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിജയിച്ചിട്ടുണ്ട്. ഉമർ മൊഹത്താറിനെ ചുമ്മാതെ കൊണ്ടുവരികയല്ല, ഇപ്പം കൊൽക്കത്ത ഫുട്ബോൾ ലീഗിൽ ഉൾപ്പെടെയുള്ള ടൂർണമെന്റുകളിൽ സ്കൗട്ട് ചെയ്ത് കൊണ്ടുവരുന്ന പുതിയ താരങ്ങൾക്ക് കളിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ബെഞ്ചിലിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇപ്പം സൂപ്പർ കപ്പിന്റെയും ഡ്യൂറന്റ് കപ്പിന്റെയും സ്കോഡിന്റെ കാര്യത്തിലൊക്കെ അവർ കൃത്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എല്ലാ താരങ്ങൾക്കും മതിയായ പ്ലേയിങ് ടൈം കൊടുത്ത് ഏറ്റവും മികച്ചവരെ മികച്ച രീതിയിൽ കൊണ്ടുവന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ ഒന്നായി മാറുക എന്ന ലക്ഷ്യത്തോടെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പ്രവർത്തിക്കുന്നത്. അവരുടെ ലക്ഷ്യം വളരെ വലുതാണ്. ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി അവർ എന്തും ചെയ്യും. അല്ലാതെ നമ്മളെപ്പോലെ ആരാധകരെ പറ്റിക്കാൻ വേണ്ടി കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് സൈനിങ്ങുകൾ നടത്തുക, എങ്ങനെങ്കിലും ടൈറ്റിൽ അടിക്കുക, അതൊന്നും അല്ല ലക്ഷ്യം. വളരെ സസ്റ്റൈനബിൾ ആയിട്ട് ഒരു ഫുട്ബോൾ കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക, രാജ്യത്തിൻ്റെ ഫുട്ബോളിൻ്റെ പ്രതീകമായി മാറുക. അത്തരത്തിലുള്ള വളരെ അംബീഷ്യസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ക്ലബിന് നമ്മളുടെ കയ്യിൽ പൈസ ഇല്ല, നമ്മളുടെ മാനേജ്മെന്റിന് പൈസ ഇറക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് തെറി വിളിക്കുന്നെങ്കിൽ അത് നമ്മളുടെ മാനസിക നിലവാരത്തിൻ്റെ കുറവായിട്ടേ എനിക്ക് പറ്റത്തുള്ളൂ. നോ ഫോർ എ റീസൺ ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും മികച്ച ക്ലബ്ബ്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്ലബ്ബ്, ഏറ്റവും അംബീഷ്യസ് ആയിട്ടുള്ള ക്ലബ്ബ് തുടങ്ങിയ എല്ലാ വിശേഷണങ്ങൾക്കും അർഹൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തന്നെയാണ്.